നമസ്കാരം. ഇത് വി വേണുഗോപാൽ. കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസന്റ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്താൻ ഓർഡിനൻസിന് അല്ലെങ്കിൽ ബില്ല് കൊണ്ടുവരാൻ പാർലമെൻറ്റിൽ ബില്ല് കൊണ്ടുവരുവാൻ കേന്ദ്ര സർക്കാർ നടപടികൾ നീക്കുന്നതും മിന്നൽ ഹർത്താലുകൾക്കെതിരെ കേരള ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതും പൊതുപണിമുടക്കുകളുടെയും പ്രക്ഷോഭങ്ങളുടെയും മറവിൽ സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുന്നവർക്ക് തടവും പിഴയും ശിക്ഷ വിധിക്കുന്നതിന് നിയമം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നതും കങ്കാരുക്കളുടെ മണ്ണിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ 71 വർഷത്തിനിടയിലെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടുള്ള വിജയവും എല്ലാമാണ് ഇന്ന് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവയുടെ വിശദാംശങ്ങൾ ഇന്നത്തെ മുഖ്യവാർത്താ തലക്കെട്ടുകൾ കണ്ട ശേഷം നമുക്ക് നോക്കാം. മുന്നാക്ക സമുദായങ്ങളുടെ പാവപ്പെട്ടവർക്ക് 10% സാമ്പത്തിക സംവരണം എന്നത് കേരള കൗമുദിയുടെ മുഖ്യവാർത്താ തലക്കെട്ട്. കങ്കാരു മണ്ണിൽ കന്നി പരമ്പരയുമായി കോലിക്കൂട്ടം. ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ അതുമുണ്ട്. പത്രങ്ങളെല്ലാം തന്നെ ഇന്ന് ഒന്നാം പേജിൽ അതിൻ്റെ ഈ ഒരു 71 വർഷത്തെ ക്രിക്കറ്റ് ചരിത്രം തന്നെ തിരുത്തി എഴുതിയ കോഹ്ലിപ്പടയുടെ ആ ഒരു അപൂർവ നേട്ടം ഒന്നാം പേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ സ്പോർട്സ് പേജിലും. മുന്നാക്കക്കാർക്ക് സാമ്പത്തിക സംവരണം 10% എന്നത് മനോരമയുടെ മുഖ്യവാർത്താ തലക്കെട്ട്. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ വീരഗാഥ. മാതൃഭൂമി മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് സംവരണം നൽകുന്നത് 10% സാമ്പത്തിക സംവരണം എന്നിങ്ങനെ മുഖ്യ വാർത്ത. ഓസീസിൽ ഇന്ത്യൻ വെന്നിക്കുടി. ദേശാഭിമാനി പണിമുടക്ക് തുടങ്ങി. അതായത് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഹ്വാനപ്രകാരം ഇന്നലെ അർദ്ധരാത്രി 48 മണിക്കൂർ ദേശീയ പണിമുടക്ക് ആരംഭിച്ചു. പണിമുടക്ക് തുടങ്ങി 20 കോടി തൊഴിലാളികളുടെ രോഷം. മിനിമം വേതനം 18,000 രൂപയാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് തൊഴിലാളി സംഘടനകൾ. മുഖ്യവാർത്തയുടെ തുല്യ പ്രാധാന്യത്തോടെ തന്നെയാണ് ദേശാഭിമാനി ഇന്ന് മുന്നാക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം എന്ന വാർത്തയിൽ ന്യൂഡൽഹിയിൽ സാജൻ എവജിൻ്റെ റിപ്പോർട്ടും നൽകിയിരിക്കുന്നത്. ക്രിക്കറ്റിലെ ഇന്ത്യൻ ടീമിൻ്റെ വിജയം ഓസീസ് സർവകലാശാലയിൽ ഇന്ത്യൻ ടെക്സ്റ്റായിട്ടാണ് ദേശാഭിമാനി അവതരിപ്പിച്ചിരിക്കുന്നത്. മാധ്യമം ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ 10% സാമ്പത്തിക സംവരണത്തിന് കേന്ദ്രം നിയമം ആകാൻ നിരവധി കടമ്പകൾ. മിന്നൽ ഹർത്താൽ വേണ്ട എന്ന വാർത്തയും ഒന്നാം പേജിലുണ്ട് പ്രാധാന്യത്തോടെ. മംഗളം നിലവിലുള്ള സംവരണത്തിൽ തൊടില്ല. ഭരണഘടനാ ഭേദഗതിക്ക് ബില്ല് കൊണ്ടുവരും. കേന്ദ്രം 10% സാമ്പത്തിക സംവരണത്തിന്. ഓസീസിനെ മടയിൽ ചെന്ന് കീഴടക്കി കോഹ്ലിപ്പട. ദീപിക ചരിത്ര വിജയം എന്ന ശീർഷകത്തിലാണ് ക്രിക്കറ്റിലെ അപൂർവ നേട്ടം അതിൻ്റെ ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നാം പേജിൽ മുകളിൽ തന്നെ 10% സാമ്പത്തിക സംവരണം എന്നത് മുഖ്യ വാർത്ത. സർക്കാർ ജോലിയിലും ഉന്നത വിദ്യാഭ്യാസത്തിലും മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് സംവരണം. ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്ന് പാർലമെൻറ്റിൽ. ഇത് 1991 പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു ശ്രമിച്ച് പരാജയപ്പെട്ട ഉദ്യമമാണ് എന്ന ഒരു അനുബന്ധ വാർത്തയും ദീപിക നൽകിയിട്ടുണ്ട്. ദ ഹിന്ദു Centre plans 10% quota for the poor. Union Cabinet approves Constitution Amendment Bill for reservation in general category എന്നിങ്ങനെ മുഖ്യ വാർത്ത വിശദാംശങ്ങൾ. The Times of India BJP's pre-poll surgical strike 10% quota for poor in general category. Opposition terms centers move a gimmick. The New Indian Express 10% quota for weaker section in general category. Cabinet gives nod. Government may bring constitutional amendment bill in the parliament today എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങളും. ഇനി നമുക്ക് വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരള കൗമുദിയുടെ മുഖ്യ വാർത്തയിൽ നിന്ന് പ്രസക്ത ഭാഗങ്ങൾ നോക്കാം. 10% സാമ്പത്തിക സംവരണം. വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് ആനുകൂല്യം. ഭേദഗതി ബിൽ ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചേക്കും. മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സർക്കാർ സർവീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനാണ് നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത അടിയന്തര മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനം ഇന്നലെ കൈക്കൊണ്ടത്. ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള ബിൽ ഇന്ന് തന്നെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനാണ് നീക്കം. ശൈത്യകാല സമ്മേളനം ഇന്ന് തീരുകയും ആണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് കേന്ദ്രത്തിൻ്റെ അടിയന്തര നീക്കം. മൊത്തം സംവരണം 50%-ൽ കൂടരുത് എന്ന് കോടതി വിധിയുണ്ട്. ഇത് 60% ആക്കുന്നതിനാണ് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരിക എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ. ഇതിനോട് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പ്രതികരിച്ചിരിക്കുന്നത് തീരുമാനം സ്വാഗതാർഹമാണ്. നടപ്പാക്കാൻ ഏറെ കടമ്പകൾ ഉണ്ടെങ്കിലും സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീതിബോധവും ഇച്ഛാശക്തിയുമാണ് ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടിലേറെ കാലമായി ഈ വിഭാഗങ്ങൾക്ക് വേണ്ടി നായർ സർവീസ് സൊസൈറ്റി ആവശ്യപ്പെടുന്ന കാര്യമാണ് ഇത് എന്ന് NSS ജനറൽ സെക്രട്ടറി പറയുമ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്
സാമ്പത്തിക സംവരണം ഭരണഘടനാ വിരുദ്ധമാണ്. നിയമം ഭേദഗതി ചെയ്ത് 10% സംവരണം മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് നൽകുന്നത് നീതിയല്ല. അതിനോട് യോജിക്കാനാവില്ല. കേന്ദ്ര സർക്കാർ തീരുമാനത്തെപ്പറ്റി പഠിച്ചിട്ട് കൂടുതൽ പ്രതികരിക്കാമെന്നും വെള്ളാപ്പള്ളിയുടെ ആദ്യ പ്രതികരണം. ഭേദഗതി പാസ്സാകാനുള്ള സാധ്യത വിരളമാണ് എന്ന അനുബന്ധ വാർത്തയുണ്ട്. അതിൽ പറയുന്നത് ഇന്ന് ഇരുസഭകളിലും ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമെന്ന് സൂചനയുണ്ടെങ്കിലും പാസ്സാക്കുക എളുപ്പമല്ല. ഭേദഗതി പാസ്സാക്കാൻ സഭയിൽ ഹാജരുള്ള അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. ബില്ല് പാസ്സായില്ലെങ്കിൽ തന്നെ BJPയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇത് ഉയർത്തിക്കാണിക്കാൻ സാധിക്കും. ദേശീയ പണിമുടക്ക് ദിവസമായ ഇന്ന് പാർലമെൻറ്റ് ഇരുസഭകളും പൂർണ്ണമായി സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ. ഇനിയൊരു വാർത്ത ഒന്നാം പേജിൽ കേരളമതി നൽകിയിരിക്കുന്നത്, അതായത് തെരുവിൽ പരസ്യമായി കച്ചറയുണ്ടാക്കിയ ശേഷം തിരിച്ച് സ്കൂളിലെത്തി ഹെഡ് മാസ്റ്ററോട് സാർ ഈ കുട്ടി എന്നെ പിച്ചി എന്ന് പരാതിപ്പെടുന്നത് പോലെ എന്ന് ഒരു ബിരുദൻ കമൻറ്റ് ചെയ്ത ഒരു നീക്കം അല്ലെങ്കിൽ ഒരു വാർത്തയാണ് അടുത്തത്. ലോക്സഭയിൽ BJP MP ആവശ്യപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം. ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്നുള്ള സംഘർഷാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട CPM സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് BJP MP നിഷികാന്ത് ദുബെ ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. ജാർഖണ്ഡിൽ നിന്നുള്ള MP-യാണ് ഇദ്ദേഹം. V. മുരളീധരൻ MP-യുടെ വീടിന് നേരെയുണ്ടായ ബോംബ് ആക്രമണത്തെ അപലപിച്ചുകൊണ്ടാണ് നിഷികാന്ത് ദുബെ പിണറായി സർക്കാരിനെ ആക്രമിച്ചത് എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സർക്കാരിനെ പിരിച്ചുവിടും എന്ന വിരട്ടൽ ഇങ്ങോട്ട് വേണ്ട. അതിനുള്ള ശേഷി BJPക്കില്ല. അക്രമം സംഘടിപ്പിച്ചിട്ട് ഇവിടെ ആകെ പ്രശ്നമാണെന്ന് പറയുന്നു. ഇവിടെ ഭരണസ്തംഭനമോ ക്രമസമാധാന തകർച്ചയോ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇനിയൊരു വാർത്ത ഉള്ളത്, അതായത് കുടിവെള്ളം വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും എന്ന് ഞങ്ങളൊന്നും കുട്ടിക്കാലത്ത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് ഒരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയും കുപ്പിവെള്ള സംരംഭവുമായി മുന്നോട്ട് വരുന്നതാണ് മറ്റൊരു പ്രധാന വാർത്ത ഒന്നാം പേജിൽ. വാട്ടർ അതോറിറ്റിയുടെ കുപ്പിവെള്ളം അടുത്ത മാസം. തിരുവനന്തപുരത്ത് R. സുമേഷിൻ്റെ റിപ്പോർട്ടാണ്. തൊടുപുഴയിൽ ജലസേചന വകുപ്പിന് കുപ്പിവെള്ള പ്ലാന്റ് നിലവിൽ ഉണ്ട്. അതിൻ്റെ ചുവടുപിടിച്ച് തന്നെ വാട്ടർ അതോറിറ്റിയും ഈ ഒരു ഉദ്യമവുമായി രംഗത്ത് വരികയാണ്. കുറഞ്ഞ നിരക്കിൽ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുകയാണ് ഉദ്ദേശ്യം. അരുവിക്കരയിൽ സ്ഥാപിക്കുന്ന പ്ലാന്റിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, ഭക്ഷ്യസുരക്ഷ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഇവയുടെ അംഗീകാരം ലഭിക്കുന്നതിന് ഈ മാസം അവസാനം അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിങ്ങനെ വിശദാംശങ്ങൾ. ഒരു ലിറ്ററിൻ്റെ ബോട്ടലിന് 15 രൂപയും 2 ലിറ്ററിന് 20 രൂപയുമാണ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്ന വില. വാട്ടർ അതോറിറ്റിയുടെ ഔട്ട്ലെറ്റുകളിൽ 10 രൂപയ്ക്ക് ഈ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ലഭിക്കുമെന്നിങ്ങനെ ആ വിശദാംശങ്ങൾ. 48 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടങ്ങിയ വാർത്തയും ഒന്നാം പേജിലുണ്ട്. ഉൾപേജിലെ പ്രധാന വാർത്ത, രാഷ്ട്രപതി ഭരണം എന്ന BJP ആവശ്യം അക്രമ ചിത്രങ്ങൾ തെളിവാക്കി പ്രതിരോധിക്കാൻ സർക്കാർ നീങ്ങുന്നു എന്നതാണ്. തിരുവനന്തപുരത്ത് MH വിഷ്ണുവിൻ്റെ റിപ്പോർട്ട്. അതാണ് പേജിലെ മുഖ്യ വാർത്ത. വിശദാംശങ്ങളോടെ അത് നൽകിയിരിക്കുന്നു. ഒപ്പം കൗതുകകരമായ മറ്റൊരു റിപ്പോർട്ടും പേജിലുണ്ട്. കൗമുദി സ്പെഷ്യൽ റിപ്പോർട്ടാണ്. കണ്ണൂരിൽ നിന്ന് OC മോഹൻരാജ് നൽകിയ റിപ്പോർട്ട്. പുര നിറഞ്ഞ ചക്കന്മാരെ പെണ്ണുകെട്ടിക്കാൻ പോലീസ്. പാനൂരിലെ അവിവാഹിതരായ യുവാക്കൾക്കായി സർവേ നടത്തുന്നു പോലീസ്. വയസ്സ് 30 കഴിഞ്ഞല്ലോ, വിവാഹം കഴിക്കുന്നില്ലേ? നിരാശ നിറഞ്ഞ ചിരിയാണ് മറുപടി. എന്താ തടസ്സം? പെണ്ണ് കിട്ടണ്ടേ? രാഷ്ട്രീയ സംഘടനകളുടെ രക്തക്കറ പുരണ്ട മണ്ണിൽ കഴിയുന്ന തങ്ങളുടെ കയ്യിൽ പെണ്ണിനെ ഏൽപ്പിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവുന്നില്ല. എന്നാൽ വിധിയെ പഴിച്ച് ജീവിതം കളയാൻ യുവാക്കളെ അനുവദിക്കില്ല എന്ന വാശിയിലാണ് പാനൂർ പോലീസ്. പുരനിറഞ്ഞു നിൽക്കുന്ന ആണുങ്ങളുടെ കണക്കെടുക്കലാണ് ആദ്യം. സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരുടെ സഹായത്തോടെ മധ്യവേനൽ അവധിക്കാലത്ത് സർവേ തുടങ്ങും. പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഓരോ വീട്ടിലും ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ യുവാക്കൾക്ക് പോലീസ് സൗജന്യ PSC പരീക്ഷാ പരിശീലനം കുറച്ചുനാൾ മുമ്പ് ഏർപ്പെടുത്തിയിരുന്നു. ആ പരിശീലനത്തിനെത്തിയ യുവാക്കളാണ് മിക്കവാറും 30 വയസ്സ് പിന്നിട്ടവരായിരുന്നു. അവരെല്ലാം ഒട്ടുമിക്കവരും അവിവാഹിതരാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. അതിനെ തുടർന്നാണ് പോലീസ് ഈ ഒരു നല്ല ഉദ്യമവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പാനൂരിൽ സംഘർഷസ്ഥിതിയൊക്കെ അയവ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ പക വിട്ടൊഴിയുന്നു. ആജന്മ വൈരികളായിരുന്ന CPM-ഉം BJP-യും അവരുടെ പ്രവർത്തകർ ഇപ്പോൾ സഹകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന ആശ്വാസമേകുന്ന അനുബന്ധ വാർത്തയും ഉണ്ട്. ഇനി നമുക്ക് മനോരമയിലെ വാർത്താ വിശദാംശങ്ങളിലേക്ക് കടക്കാം. മുന്നാക്കക്കാർക്ക് സാമ്പത്തിക സംവരണം 10% എന്ന മുഖ്യവാർത്ത വിശദാംശങ്ങളോടെ തന്നെ ആകർഷകമായി അവതരിപ്പിച്ചിരിക്കുന്നു മനോരമയും. സർക്കാർ ജോലിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുമാണ് ഈയൊരു ആനുകൂല്യം ഉണ്ടാവുക എന്ന് ന്യൂഡൽഹിയിൽ നിന്ന് തോമസ് ഡൊമിനിക്കിൻ്റെ റിപ്പോർട്ടിലാണ് വിശദാംശങ്ങൾ ഉള്ളത്. CPM-ൻ്റെ നേരത്തെയുള്ള നിലപാടാണ് ഇത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോട് പ്രതികരിച്ചതും എടുത്ത് നൽകിയിട്ടുണ്ട്. അരനൂറ്റാണ്ടിൽ ആയി ഉയർത്തി വരുന്ന ആവശ്യമാണ് എന്നാണ് NSSൻ്റെ ആദ്യ പ്രതികരണം. അതും പ്രത്യേകമായി എടുത്ത് നൽകിയിരിക്കുന്നു. മിന്നൽ ഹർത്താൽ വിലക്കി ഹൈക്കോടതി
കേരള ഹൈക്കോടതി വിലക്കി. അതും ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെയുണ്ട്. 7 ദിവസം മുൻപ് പൊതു നോട്ടീസ് നൽകണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഹർത്താൽ സമരാഹ്വാനങ്ങളോട് എതിർപ്പുള്ളവർക്ക് കോടതിയെ സമീപിക്കാനും നിയമസാധുത പരിശോധിക്കാനും അവസരം നൽകാനാണ് 7 ദിവസം മുൻപ് പൊതു നോട്ടീസ് നൽകണമെന്ന വ്യവസ്ഥ കോടതി വച്ചിരിക്കുന്നത്. മുൻകൂർ നോട്ടീസ് ഇല്ലാതെ ഹർത്താൽ ആഹ്വാനം നടത്തുന്നവർക്കെതിരെ കോടതി അലക്ഷ്യ നടപടിക്ക് പുറമെ നാശനഷ്ടങ്ങളുടെ ബാധ്യത ചുമത്താനും കഴിയും എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, തൃശ്ശൂരിലെ മലയാള വേദി തുടങ്ങിയവർ സമർപ്പിച്ച ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് ഋഷികേശ് റോയും ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ ഒരു ഉത്തരവ് എന്നിങ്ങനെ വിശദാംശങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ബൈജുവിൻ്റെ വളരെ രസകരമായ ഒരു കാർട്ടൂണും ഒപ്പം അവതരിപ്പിച്ചിരിക്കുന്നു മനോരമ. ഇനിയൊരു വാർത്തയുള്ളത്, 20 വർഷം മുമ്പ് ബസ്സിൽ കല്ലെറിഞ്ഞ കേസിൽ 3 വർഷം തടവ് ലഭിച്ചതിനെ തുടർന്ന് തമിഴ്നാട്ടിലെ കായിക മന്ത്രി രാജിവയ്ക്കേണ്ടി വന്ന ഒരു വാർത്തയാണ്. ബാലകൃഷ്ണ റെഡ്ഡി, കായിക മന്ത്രിയായ ബാലകൃഷ്ണ റെഡ്ഡിയാണ് രാജിവയ്ക്കേണ്ടി വന്നത്. അതായത് ജനപ്രതിനിധികൾക്കെതിരായ കേസുകൾ വിചാരണ ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ജനപ്രതിനിധിയെ ക്രിമിനൽ കേസിൽ 2 വർഷത്തിലധികം തടവിന് ശിക്ഷിച്ചാൽ പദവി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെയാണ് അപ്പീൽ പോയാൽ പോലും രക്ഷയില്ലാത്തൊരവസ്ഥയിൽ മന്ത്രി രാജിവെച്ചിരിക്കുന്നത്. ഇനി ഹൈക്കോടതി ഈ ഒരു ശിക്ഷ ശരിവെച്ചാൽ 6 വർഷത്തേക്ക് ഇദ്ദേഹത്തിന് മത്സരിക്കാനും വിലക്ക് ഉണ്ടാകുമെന്നിങ്ങനെ ആ വിശദാംശങ്ങൾ. ഹർത്താൽ, ഉപരോധ അക്രമം, സ്വകാര്യ സ്വത്തിന് തീവച്ചാൽ ജീവപര്യന്തം വരെ തടവ് അല്ലെങ്കിൽ 10 വർഷം തടവും പിഴയും വിധിക്കാനുള്ള അല്ലെങ്കിൽ വ്യവസ്ഥ ചെയ്യുന്ന നിയമനിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നതാണ് ഇനിയൊരു 1-ാം പേജ് വാർത്ത മനോരമയ്ക്ക്. മാതൃഭൂമിയുടെ 1-ാം പേജ് വാർത്തകൾ നോക്കാം. മുഖ്യ വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് സംവരണം, അത് സംബന്ധിച്ച വിശദാംശങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. നിലവിലുള്ള സംവരണത്തിൻ്റെ തോത് അതും പ്രത്യേകമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇനിയൊരു വാർത്തയുള്ളത്, ശരീഅത്ത് മുസ്ലിങ്ങൾ സത്യവാങ്മൂലം നൽകണം എന്നൊരു വ്യവസ്ഥ വരുന്നു. സംസ്ഥാന സർക്കാരാണ് ആ വ്യവസ്ഥ കൊണ്ടുവരുന്നത്. 81 വർഷത്തിന് ശേഷം നിയമത്തിന് ചട്ടങ്ങളായി എന്ന് തിരുവനന്തപുരത്ത് നിന്ന് അനീഷ് ജേക്കബിൻ്റെ റിപ്പോർട്ട്. മുസ്ലിം വ്യക്തി നിയമം, അതായത് ശരീഅത്ത് ബാധകമാക്കുന്നതിന് മുസ്ലിം ആണെന്ന് തെളിയിക്കുന്ന സത്യവാങ്മൂലം നൽകണം എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തി ശരീഅത്ത് നിയമത്തിനുള്ള ചട്ടത്തിന് സംസ്ഥാന സർക്കാർ രൂപം നൽകി. സത്യവാങ്മൂലം നൽകാത്തവർക്ക് ശരീഅത്ത് നിയമം ബാധകമാകില്ല. ചട്ടം ഡിസംബർ 2 അസാധാരണ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങളുണ്ട് 1-ാം പേജിൽ. മിന്നൽ ഹർത്താലിന് വിലക്കും 1-ാം പേജിൽ പ്രാധാന്യത്തോടെ, മുഖ്യവാർത്തയുടെ തുല്യ പ്രാധാന്യത്തോടെ. ഉൾപേജിൽ ഹർത്താൽ വിഷയത്തിൽ പന്ത് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ കോർട്ടിലാണ് എന്ന് പൊതു ശീർഷകത്തിൽ 3 വാർത്തകൾ അവതരിപ്പിച്ചിരിക്കുന്നു മാതൃഭൂമി. ആദ്യത്തേത്, ഹർത്താൽ നിയന്ത്രണം കോടതി വിധിയിൽ മനസ്സ് തുറക്കാതെ സർക്കാർ. തിരുവനന്തപുരത്ത് SN ജയപ്രകാശിൻ്റെ റിപ്പോർട്ടാണ്. അതായത് മിന്നൽ ഹർത്താൽ നിരോധിച്ച ഹൈക്കോടതി ഉത്തരവിടുമ്പോൾ നടപ്പാവുന്നത് പാഴായിപ്പോയ ഹർത്താൽ നിയന്ത്രണ ബില്ലിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കർശന വ്യവസ്ഥ. അന്ന് നിയമനിർമ്മാണത്തിൽ തുനിഞ്ഞ UDF തന്നെ പിന്നീട് ഹർത്താലിൽ അഭയം തേടി. ഹർത്താലിനെ പൂർണ്ണമായി എതിർക്കാത്ത LDF സർക്കാർ ഹർത്താൽ നിയന്ത്രണം യാഥാർത്ഥ്യമാക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് എന്നിങ്ങനെ തുടരുന്നു ആ ഒരു വാർത്ത. ഇനിയൊരു വാർത്തയുള്ളത്, അടിക്കടി ഉണ്ടാകുന്ന ഹർത്താൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ ബാധിക്കുമെന്ന് കേരള ഹൈക്കോടതി ഇന്നലെ അഭിപ്രായപ്പെട്ടതാണ്. കൊച്ചിയിൽ നിന്നുള്ള ആ റിപ്പോർട്ടും ഒപ്പം ഉണ്ട്. ഹർത്താലിനെതിരെ നിയമനിർമ്മാണം, അതേക്കുറിച്ച് ആലോചന ഇപ്പോഴില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും അവതരിപ്പിച്ചിരിക്കുന്നു മാതൃഭൂമി അതിൻ്റെ കൂടെ തന്നെ.